നമസ്കാരം. ശുദ്ധഗണിതത്തിൽ അത്ഭുതം കാട്ടിയ മഹാപ്രതിഭയായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. ആര്യഭടനിലൂടെയും ബ്രഹ്മഗുപ്തനിലൂടെയും മാധവനിലൂടെയും അങ്ങനെ അനേകം ഇന്ത്യൻ ഗണിത പാരമ്പര്യത്തിൻ്റെ അനശ്വരനായ പതാകവാഹകൻ. ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമാണ്. ദേശീയ ഗണിത ദിനമായാണ് ഡിസംബർ 22 ആചരിക്കുന്നത്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 100 വർഷമാവുകയാണ്. 1887 ഡിസംബർ 22 അദ്ദേഹം തമിഴ്നാട്ടിലെ ഈ റോഡിൽ ജനിച്ചു. അച്ഛൻ കുപ്പസ്വാമി ശ്രീനിവാസ അയ്യങ്കാർ തുണിക്കടയിൽ കണക്കെഴുത്തുകാരനായിരുന്നു. അമ്മ കോമളത്തമ്മാൾ. അദ്ദേഹം താമസിച്ചിരുന്ന കുംഭകോണത്തിലെ സാരംഗമാണി ക്ഷേത്രത്തിനടുത്തുള്ള വീട് ഇപ്പോൾ മ്യൂസിയമായി സൂക്ഷിക്കുന്നു. ദുഷ്കരമായ ഗണിത പ്രശ്നങ്ങളുടെ കെട്ടഴിക്കുന്നതിൽ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം മിടുക്കനായിരുന്നു. സംഖ്യകളുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ട്. ഏതു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഫലം ഒന്നായിരിക്കുമെന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ അന്ന് 3ാം ഫോറത്തിൽ പഠിച്ചിരുന്ന രാമാനുജൻ ചോദിച്ചു, 0 0 കൊണ്ട് ഹരിച്ചാലും ഫലം ഒന്നായിരിക്കുമോ എന്നായിരുന്നു. പൈയുടെ മൂല്യം 8 ദശാംശം സ്ഥാനം വരെ കൃത്യമായി നിർണ്ണയിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ചു. പൈയുടെ മൂല്യം വേഗത്തിൽ നിർണ്ണയിക്കാനുള്ള കമ്പ്യൂട്ടർ അൽഗോരിതത്തിന് അടിസ്ഥാനമായത് ഈ കണ്ടുപിടുത്തമാണ്. അക്കാലത്താണ് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി നിലവിൽ വരുന്നത്. തൻ്റെ പ്രബന്ധം സൊസൈറ്റിയുടെ ജേണൽ പ്രസിദ്ധീകരിച്ചത് രാമാനുജനെ പ്രശസ്തനാക്കി. 1914 ഏപ്രിൽ 14 രാമാനുജൻ ലണ്ടനിലെത്തി. ഹാർഡി തന്നെയായിരുന്നു ഗുരുവും വഴികാട്ടിയും സുഹൃത്തും. 1916 മാർച്ച് 16 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി രാമാനുജന് ബാച്ചലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകി. 1918 ഫെബ്രുവരി 18 റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു. ഈ ബഹുമതിക്ക് അർഹനാകുന്ന 2ാമത്തെ ഇന്ത്യക്കാരനായിരുന്നു രാമാനുജൻ. ആ ഒക്ടോബറിൽ തന്നെ കേംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജ് ഫെലോ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ആ സ്ഥാനത്ത് എത്തുകയായിരുന്നു. എക്കാലത്തും അനാരോഗ്യം അലയിട്ടിരുന്ന രാമാനുജനെ ക്ഷയരോഗം പിടികൂടി. അദ്ദേഹത്തെ കാണാൻ ഒരു ദിവസം ഹാർഡി എത്തിയത് 1729 എന്ന നമ്പറിലുള്ള കാറിലായിരുന്നു. ഈ നമ്പറിന് ഒരു പ്രത്യേകതയുമില്ലെന്ന് ഹാർഡി പറഞ്ഞു. അതൊരു രസികൻ സംഖ്യയാണെന്ന് രാമാനുജൻ പറഞ്ഞു. 2 ക്യൂബുകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729 എന്ന് അദ്ദേഹം പറഞ്ഞു. 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് ഈക്വൽ ടു 1000 പ്ലസ് 729 ഈക്വൽ ടു 1729. 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് ഈക്വൽ ടു 1728 പ്ലസ് 1 ഈക്വൽ ടു 1729. 1920 ഏപ്രിൽ 26 അദ്ദേഹം അന്തരിച്ചു. വിദ്യാർത്ഥികളായ നമ്മൾ എന്നും അദ്ദേഹത്തെ സ്മരിക്കണം. നന്ദി.